ഹായ് അളിയാ. ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ പറയടാ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പെട്ടെന്നൊരു ഫോണ്? നിങ്ങളോ? ആ എനിക്ക് സുഖമാടാ. എന്താ അളിയാ? നിനക്കെന്താടാ ഗവൺമെൻറ് ജോബൊക്കെ കിട്ടി നീ സന്തോഷമായിട്ടിരിക്കുന്നു, നല്ല ജോലി, സന്തോഷമായിട്ടുള്ള ജീവിതം. ആ, എനിക്ക് എന്താടാ ഉള്ളത് പറയ്. നിങ്ങൾക്കെന്താ അളിയാ? ഒറ്റയ്ക്കുള്ള ഈ ജീവിതം അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിരുന്നെങ്കിൽ എൻ്റെ ജീവിതവും നന്നായിരുന്നേനെ. പക്ഷേ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ആ അതൊക്കെ വിട്, വേറെ എന്തൊക്കെ വിശേഷം? ആ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു 4 പേർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ട്യൂഷൻ സാറായിട്ടിരിക്കുന്നു. അതൊക്കെ മതി, അതൊന്നും കുഴപ്പമില്ലെന്ന്. ശരി, ഹാപ്പി ആയിട്ട് ഇരുന്നാ പോരെ അതിന്. ശരി, ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ലടേ, ചെറുതായിട്ട് അടിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് എന്തോന്ന് നോക്കാൻ, ഗവൺമെന്റ് ജോലി. ഈ സമയത്ത് വെള്ളം അടിക്കുന്നോ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തോന്നിടേ പറയാൻ, ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്, അങ്ങനൊക്കെ പറ്റൂ. ബോറടിക്കുന്നു, വേറെ എന്തിനു ചെയ്യാൻ? ഇതൊക്കെ കുറച്ച് ഓവറാ അളിയാ. നിനക്കെന്താടാ, നീ നന്നായിട്ടിരിക്കുന്നു, നിനക്ക് നല്ല ജോലിയല്ലേ. നീ എന്തിനാടാ എന്നെ നോക്കി അസൂയപ്പെടുന്നേ? ഡേയ്, ആരോ വരുന്ന പോലെ ഉണ്ടറാ. ഞാൻ അപ്പം നിന്നെ പിന്നെ വിളിക്കട്ടെ. ആ ശരിടാ. ആ സർ 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 കമീൻ. ഹായ് സർ. ആ ഇരിക്കും മോളെ, ഇവിടെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇരിക്കേ. ആ ഇരിക്കുന്നേ. താങ്ക് യു സർ. ആ എന്താ മോളെ ഇപ്പൊ വന്നേ? അതെ സർ, മാത്സിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്. അങ്ങനെയാണോ? ആ കാണിച്ച ബുക്ക് തന്നെ. ആ നിന്റെ ഡൗട്ട് എന്താ? ആ വാ വാ, ഇവിടെ വന്നിരിക്കേ. ഇതാണ് മാസ്റ്റർ, ഈ പേജിലാണ് എൻ്റെ ഡൗട്ട്. ഈ പേജിലാണോ? ഉം. ഇത് വളരെ സിമ്പിൾ അല്ലേ മോളെ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പോലും ഇത് ഈസിയായിട്ട് സോൾവ് ആക്കും. ഇതുപോലും അറിയില്ലേ? എല്ലാം കറക്റ്റായിട്ട് തന്നെയാണല്ലോ ഉണ്ടത്. ഈ കാര്യം എങ്ങാനും വെളിയിൽ ആരെങ്കിലും അറിഞ്ഞോണ്ടല്ലോ, നിന്നെയൊക്കെ ആരാ പഠിപ്പിക്കുന്നതെന്ന് എന്നെ കുറ്റം പറയുള്ളൂ. ഇതൊന്നും വെളിയിൽ പോയി പറഞ്ഞേക്കല്ലേ. നിനക്ക് എന്ത് ഡൗട്ടാണെങ്കിലും നീ എന്നോട് ചോദിക്കുക കേട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആ മനസ്സിലായോ? ശരി സർ. ശരി മോളെ, നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? അറിയാം സർ. അങ്ങനെയാണോ? ശരി, ഞാൻ അടുപ്പിൽ കുറച്ച് പരിപ്പിട്ടിട്ടുണ്ട്, നീ പോയി സാമ്പാർ വെക്ക്. ശരി സർ. ശരി മോളെ, നീ പോ. അതുവരെ ഞാനിത് നോക്കിക്കൊണ്ടിരിക്കാം, നീ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് വാ. ആ പറടാ, ഞാനപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തത്. എന്താ അളിയാ, നിന്റെ സ്റ്റുഡന്റ് എന്തിയേ? ഒന്നുമില്ലടാ, ഒരു ചെറിയ ഡൗട്ട് എന്ന് പറഞ്ഞ് വന്നതാ. ശരി, സാമ്പാർ വെക്കാൻ പറഞ്ഞ് ഞാനിപ്പോൾ കിച്ചണിൽ അയച്ചു വിട്ടതേ ഉള്ളൂ. അങ്ങനെയാണോ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുവല്ലേടേ, അതിനകത്തൊരു ഡിസ്റ്റർബൻസ് എന്താ, അതാ അയച്ചു ശരി, നീ വിട്ടത്. ആ പെണ്ണിനെ എപ്പോഴാ പഠിപ്പിച്ചു കൊടുക്കുന്നേ? അതൊക്കെ പറഞ്ഞു കൊടുക്കൂടാ, സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ട് ശേഷം. നന്നായിട്ടുണ്ട്. സർ, സാമ്പാർ ചെയ്തു കഴിഞ്ഞു. ആ ഉണ്ടാക്കിയോ? ആ അതിനുള്ളിൽ ഉണ്ടാക്കിയോ? ആ എന്ത് നിന്റെ കയ്യിൽ നിന്ന് കാണിച്ചേ? ആ. ആഹാ, ഇതൊരു സാധാരണ കയ്യല്ല, ഭയങ്കര സ്പീഡാണല്ലോ. പഠിക്കുന്നതിൽ പോലും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. പ്രോമിസ്, ശരിയല്ലേ? ഉം. ആ പിന്നെ ആ ബെഡ്റൂമിലിരിക്കുന്ന ബെഡ്ഷീറ്റിലോ ഒന്ന് മടക്കി വെക്കുമോ? ഞാൻ റെഡിയായിട്ട് വന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി ക്ലാസ് എടുക്കാം. ഓക്കെ സർ. ആ ശരി, എന്നാ ചെല്ല്. ഉം.
എന്താ അളിയാ ഹലോ ഹലോ എന്ന് വിളിക്കുന്നു, സംസാരിക്കുന്ന പോലുമില്ല. അവള് പിന്നെയും വന്നടാ, എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തന്നെ. എന്താ അളിയാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ പറഞ്ഞ് പിന്നെ ഞാൻ അകത്ത് അയച്ചു വിട്ടിട്ടുണ്ട്. ഫീസ് എല്ലാം വാങ്ങിച്ചിട്ട് എന്തിനാണ് ഈ പണിയൊക്കെ എടുപ്പിക്കുന്നേ? എന്തടാ, ഗുരുവിനൊരു മര്യാദയൊക്കെ വേണ്ടടാ. റെസ്പെക്റ്റ് ഒക്കെ തന്നിട്ട് പോട്ടെ. ഇല്ലെങ്കിൽ ആരെങ്കിലും ഈ സമയത്ത് വരുവാടാ. ആരെങ്കിലും വരുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ജോലി മേടിക്കണം. ഞാൻ എന്തായാലും പുറകോട്ട് പോകാൻ പോകുന്നില്ല. വെറുതെ ഇരിക്കളിയാ. ആ ശരി, നിനക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? എന്തിനാ അളിയാ? നിന്റെ വീട്ടിലോടും പറഞ്ഞു വിടാന്ന് ഓർത്തിട്ടാ. ഡേയ് ആദ്യം പോണോ എളിയാ? അവളുടെ അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരുടെ കാര്യം അതോ ഗതിയാ. ആ ശരി, എന്നാ ഞാൻ വെച്ചേക്കടാ. ആ പെണ്ണ് വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ശരി അളിയാ. ഞാൻ നിനക്ക് പിന്നെ വിളിക്കടാ, ആ പെണ്ണ് പോയി കഴിഞ്ഞിട്ട്. ആ ശരി അളിയാ. ബൈ ബൈ. സാർ എല്ലാ ജോലിയും കഴിഞ്ഞു. അങ്ങനെയാണോ? ആ നീ എന്തോ ഡൗട്ട് ചോദിച്ചിരുന്നോ? ഉം. ഇങ്ങോട്ട് വാ, ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ഇവിടെ വാ, ഇവിടെ ഇരിക്കും. വാ, ഇവിടെ ഇരിക്കും. വാ. നിനക്ക് എന്താ ഡൗട്ട് എന്നോട് പറ. ആ, ഇതാണ് സാർ. ഈ പാരഗ്രാഫാണ് ഈ പേജിലെ മൂന്നാമത്തെ ഇതിലോ? പാരഗ്രാഫ്. ആ അതെ. ആ. ഇത് വളരെ സിമ്പിൾ ആണ് മോളെ. ഒന്നിന്റെ രണ്ടിന്റെ ടേബിൾസ് അറിയോ? ഉം. ഇങ്ങോട്ട് നോക്ക്, അതല്ലേ ഉള്ളത്. ഉം. വളരെ സിമ്പിളാ മോളെ ഇത്. ഉം, ഉം. ഒന്നിന്റെ രണ്ടിന്റെ ടേബിൾസ് ഒക്കെ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം നമുക്കിത്. വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ പിന്നെ ഇതാണ് സാർ. ഓ, ഇതിനകത്തുണ്ടോ? ഉം. ഇതും വളരെ സിമ്പിളാ. ആ. ഞാൻ പറഞ്ഞുതരാം. ഇതൊരു 2 പ്രാവശ്യം ഇട്ടാൽ മതി മോളെ, എല്ലാം ഓ ശരിയാവും. അങ്ങനെയാണോ സാർ? ആ ഉം, ഉം. ആ ഉം. ഓക്കെ ആ. ഓക്കെ സാർ. ഉം. ഇപ്പൊ നിനക്ക് എല്ലാ ഡൗട്ടും ഇല്ല, ക്ലിയർ ആയല്ലോ? സർ. എല്ലാം മനസ്സിലായില്ലേ? ആ. വെരി ഗുഡ്. ശരി മോളെ, സമയം ഒരുപാടായിട്ടുണ്ട്. നീ ഇപ്പൊ വീട്ടിൽ പോയിട്ട് മോർണിംഗ് വാ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളേക്ക് ഞാൻ പറഞ്ഞുതരാം. ശരി മനസ്സിലായോ? സാർ. ബൈ ഉം. ബൈ ബൈ സാർ. ബൈ. ഹലോ. ആ പറടാ. ആ ഒന്നുമില്ല. പറടാ, എന്താ പ്രശ്നം? നിന്റെ സ്റ്റുഡന്റ് ഇല്ലേ ആ പെണ്ണ്, അവള് പോയോ? ആ, അവൾ ഇപ്പോഴാടാ പോയത്. നിനക്ക് എൻജോയ് തന്നെ. വരുന്നുണ്ടോ? നമുക്കൊന്ന് കൂടാടാ, വാടാ. ശരി അളിയാ, ഒരല്പം കഴിഞ്ഞിട്ട് വരാം. ഹലോ. അളിയാ, ഞാൻ രാജാടാ. ആ പറയളിയാ. എന്താ ചെയ്യുന്നേ? ഒന്നുമില്ലടാ. ഈ സമയത്ത് നോർമലി എന്താ ചെയ്യുന്നതെന്ന് പറ. അത് തന്നെയാ. ആ ഓക്കെ, എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണോ അളിയാ? പൈസ ഒന്നും എൻ്റെ കയ്യിലൊന്നുമില്ലടാ. അല്ലളിയാ, നിനക്കെപ്പോഴും അതിന്റെ കാര്യം മാത്രമേ വിചാരമുള്ളൂ. ആ അത് കരിക്കട്ടെ. എനിക്കറിയാവുന്ന ഒരു പെണ്ണ് അവിടെ വരും. അവൾക്ക് ഹോസ്റ്റലിൽ ഏതോ ഒരു പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നേ. ഒരു 2-3 മണിക്കൂർ നിന്റെ വീട്ടിലൊന്ന് സ്റ്റേ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ ഒന്ന് ബുക്ക് ചെയ്തോളാം. ശരിടാ, ശരി, നീ അയച്ചുവിട്. ശരിയല്ലേ, ഞാൻ വയ്ക്കുവാ. ശരി, ഞാൻ ഫോൺ വെക്കുക. ശരി, അയക്ക്, നീ എന്തായാലും അയക്ക്. എന്താന്നറിയില്ല, ഒരാളെ എന്തായാലും അയക്കുന്നുണ്ടല്ലോ. സാർ. ആ കമീൻ. നമസ്കാരം സാർ. നമസ്കാരം. തന്നെയാണോ രാജനെ അയച്ചുവിട്ടത്? അതെ സാർ. ആ
ഇതോ ആ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. രാജ ഇപ്പോൾ വരും. താൻ അങ്ങോട്ട് ചെല്ല്. താങ്ക് യു. ആ പറയും മോളെ, എന്താ? മാസ്റ്റർ, ആ അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്ന ഉത്തരം ശരിയാണോ? ആ അതെ, കറക്റ്റ് ആണല്ലോ. പിന്നെ എന്റെ സാർ എന്നെ വഴക്ക് പറയുന്നു. അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റായി വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ നീ ഏത് നമ്പറാ പറഞ്ഞത്? അത് 85ാമത്തെ പേജാണ് സർ. അപ്പൊ ഞാൻ നോക്കിയത് 83ാമത്തെ പേജാണെന്നാ തോന്നുന്നേ. സർ, ഞാൻ 85ആണ് പറഞ്ഞത്, നിങ്ങൾ 83ആണ് നോക്കിയേ. ഓഹോ, എന്താ സർ നിങ്ങൾ ഇങ്ങനെ ചെയ്തേ? ശരി മോളെ, നാളെ നിന്റെ ഡൗട്ട് എല്ലാം ഞാൻ ക്ലിയർ ചെയ്യാം. ഇന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നീ വീട്ടിൽ പോവാൻ നോക്ക്. ശരി സർ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. റെഡി അല്ലേ? ആ റെഡി. ഓക്കെ അളിയാ, ഞങ്ങൾ പോവാ. ആ ശരിടാ, ബൈ. ബൈ. ഒരു 2 മിനിറ്റ് കാറിൽ വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോൾ വരാം. സംസാരിച്ചിട്ടൊന്ന് വരാം. ആ ശരി എന്നാ. നീ അങ്ങോട്ട് വന്നേ, കുറച്ച് സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് വാ. സത്യം പറഞ്ഞാ നിന്നെ പറ്റി എല്ലാവരും നെഗറ്റീവായിട്ടാണ് സംസാരിച്ചേ. പക്ഷെ എനിക്ക് നിന്നെ പറ്റി അറിയില്ലേ. അതിനു വേണ്ടിയാ അഞ്ജലിയെ നിന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടെ. ഇത്രയും സമയം, ഇത്രയും മണിക്കൂർ അവള് സേഫായിട്ടിരുന്നില്ലേ? പിന്നെന്തിനാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് നിന്നെ പറ്റി? അതാണടാ എൻ്റെ ഫ്രണ്ട്. നീ ഒരിക്കലും നിന്റെ ക്യാരക്ടർ മാറ്റാൻ പാടില്ല. നീ ഇങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും പോസിറ്റീവിനെ നെഗറ്റീവാക്കി കളയും. പക്ഷെ നീയോ നെഗറ്റീവായിട്ട് ഇരുന്നാലും പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യും. ഇറ്റ്സ് എ ഗ്രേറ്റ് ജോബ് അളിയ. താങ്ക്സ് മച്ചാ. ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. ബൈ. ബൈ.